الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തുൽ അൻഫാലിലെ 68-69 സൂക്തങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لولا كتاب من الله سبق لمسكم فيما أخذتم عذاب عظيم. فكلوا مما غنمتم حلالا طيبا واتقوا الله إن الله غفور رحيم. ലൗലാ കിതാബും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു നിയമം ഇല്ലായിരുന്നുവെങ്കിൽ, സബക്ക അത് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്, മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമത്തിൽ മുമ്പേ ഉള്ളതാണ്. ലമസ്സക്കും നിങ്ങളെ ബാധിച്ചതു തന്നെ, നിങ്ങളെ സ്പർശിച്ചതു തന്നെ, ഫിമ അഖൽത്തും നിങ്ങൾ സ്വീകരിച്ചതിൽ, അദാബുൻ അലീം കടുത്ത ശിക്ഷ. ഫകുലു ആയതിനാൽ നിങ്ങൾ തിന്നുക, നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് സൂചന. മിമ്മ ഗനിംതും നിങ്ങൾക്ക് യുദ്ധാർജിത സമ്പത്തായി ലഭിച്ചതിന്, ഹലാലൻ അനുവദനീയമായ വിധത്തിലും, തയ്യിബൻ വിശിഷ്ടമായ വിധത്തിലും, വിശിഷ്ടമായും ഹലാലായതായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ലൗലാ കിതാബും മിനല്ലാഹ്, കിതാബ് നമ്മൾ സാധാരണ അർത്ഥം ഗ്രന്ഥം, പുസ്തകം, വേദം, നിയമം എന്നാണ് അതിൻ്റെ അടിസ്ഥാന അർത്ഥം. നിയമം. ഇവിടെ ഒരു പുസ്തകമില്ലായിരുന്നുവെങ്കിൽ, ഒരു വേദമില്ലായിരുന്നുവെങ്കിൽ, ഒരു നിയമം, ഒരു ഗ്രന്ഥമില്ലായിരുന്നുവെങ്കിൽ നല്ലല്ലോ അർത്ഥം. ലൗലാ കിതാബു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു നിയമമില്ലായിരുന്നുവെങ്കിൽ, സബക്ക കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ മുമ്പേ തീരുമാനമായി. സാബിക്ക്, സബക്ക എന്നൊക്കെ പറഞ്ഞാൽ മുൻകടന്നു എന്നാണ്. അള്ളാഹുവിൽ നിന്ന് മുമ്പേ ഉണ്ടായ ഒരു നിയമമില്ലായിരുന്നുവെങ്കിൽ, ലമസ്സക്കും മസ്സനെ ബാധിക്കുക, സ്പർശിക്കുക, തൊടുക എന്നാണ് വാക്കിനർത്ഥം. തൊടുക. ലമസ്സക്കും നിങ്ങളെ തൊട്ടതു തന്നെ, നിങ്ങളെ ബാധിച്ചതു തന്നെ, ഫീമ അഖൽത്തും നിങ്ങൾ സ്വീകരിച്ചതിൽ, അദാബുൻ അലീം കടുത്ത ശിക്ഷ. ഫകുലു ആയതിനാൽ നിങ്ങൾ തിന്നുക, മിമ്മ ഗനിംതും നിങ്ങൾക്ക് ഗനീമത്തായി, യുദ്ധമുതലായി ലഭിച്ചതിൽ നിന്ന്, ഹലാലൻ തയ്യിബൻ ഉത്തമമായ വിധത്തിലും, ഹലാലായ വിധത്തിലും, അനുവദനീയമായ വിധത്തിലും. വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ പുലർത്തണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു 70ഓളം യുദ്ധത്തടവുകാരെ എന്തു ചെയ്യണം എന്ന വിഷയത്തിൽ ചർച്ചയുണ്ടാവുകയും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്തു. ഉമർ ഖത്താബ് പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചിട്ടില്ല. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായവും സ്വീകരിച്ചില്ല. അബൂബക്കർ സിദ്ദീഖിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? അദ്ദേഹം പൊതുവെ നിർമ്മലനായ, വളരെ സൗമ്യനായ, വളരെ മനസ്സലിവുള്ള വ്യക്തിയാണ്. എന്നാൽ അള്ളാഹിൻ്റെ നിയമത്തിലൊരു വിട്ടുവീഴ്ചക്കും അദ്ദേഹം സന്നദ്ധനല്ല. അത് നമുക്ക് അനുഭവത്തിൽ നിന്ന് അറിയാമല്ലോ, ചരിത്രം വായിക്കുമ്പോൾ. സക്കാത്ത് നിഷേധികൾ നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഇടയിൽ വ്യത്യാസം കാണിച്ചാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ മഹാ വ്യക്തിത്വമാണ് അദ്ദേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ആ ശരീരം പള്ളിയിൽ കിടത്തിയത് കണ്ടിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ അള്ളാഹിൻ്റെ റസൂലും മരിക്കൂല. അങ്ങനെ മുനാഫിക്കുകൾ പറയാൻ തുടങ്ങിക്കണം. അപ്പം ഇനി ആരെയും എൻ്റെ മുമ്പ് നിന്ന് അള്ളാഹിൻ്റെ റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഓനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് വാളെടുത്തുകൊണ്ട് മദീന പള്ളിയിൽ
എന്നൊരു സന്ദർഭം ഉണ്ടല്ലോ. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് സൂറത്ത് ആൽ ഇംറാനിലെ 144-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചത്. മാകാന മുഹമ്മദുൻ എന്തായിരുന്നത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. അതാ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുലു. മുഹമ്മദ് ഒരു ദൈവദൂതനല്ലാതെ മറ്റാരുമായിരുന്നില്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുലു. അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് ദൂതന്മാർ കഴിഞ്ഞു പോയി. അഫഇൻ മാത ഔ ഖുതില അൻഖലബതും അലാ അഖാബിക്കും. അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുക ഈ ദീനിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പർ കയറിയിട്ട്. അപ്പോഴാണ് അമീർ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബേജാറായത്. പടച്ചോനെ, ഇങ്ങനെ ഒരായത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെയും ഒരു ആയത്തും കൂടി ഉണ്ട്, സൂറത്ത് സുമറിലെ 31-ാമത്തെ ആയത്ത്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ. നീയും മരിക്കും, ഓലും മരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ജനങ്ങളെ കേൾപ്പിക്കുക ഓതിയപ്പോഴാണ് ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലേ, റസൂല് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാം, നീയും മരിക്കും അവരും മരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിൻ്റെ റസൂലിന് മരണം ഉണ്ട് എന്നാണ്. ഉമർ ഖത്താബ് എന്താ പറയണത്? അദ്ദേഹം മരിക്കൂല. മൂസാ പ്രവാചകൻ പണ്ട് തൂർ പർവ്വതത്തിലേക്ക് തൗറാത്ത് സ്വീകരിക്കാൻ 40 ദിവസത്തേക്ക് പോയ മാതിരി തൽക്കാലം പോയതാ, തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് വാളൂരി പിടിച്ച് നിൽക്കുന്നത്. ആരെങ്കിലും മുഹമ്മദ് നബി കൊല്ലപ്പെട്ടു മരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ വിട്ടു ഞാൻ അവനെ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനക്കരുത്ത്, ആ സന്ദർഭത്തിൽ ഇടപെടേണ്ട വിധം, കൃത്യമായ ഇടപെടൽ, അങ്ങനെയാണ് ആ ജനത്തെ അദ്ദേഹം ശാന്തമാക്കിയത്. അങ്ങനെയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു, ഉമർ മറന്നു പോയതാണ്. അപ്പോൾ ഖുർആനിലേക്ക് ഇങ്ങോട്ട് വരിക, ഖുർആൻ കേൾപ്പിക്കപ്പെട്ട ഖുർആനിലേക്ക് ഇങ്ങോട്ട് വരിക. ഇങ്ങനെ കരുത്തുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, ഇവരോട് കരുണ കാണിക്കണം, നമ്മളെ കുടുംബമാണ്, ചിലപ്പോൾ ഓല് നാളെ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നാലോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ഉമർ ഖത്താബ് പറഞ്ഞാൽ എന്താ പറ്റൂലായിരുന്നു, കൊല്ലണോ അല്ലെന്നാ. അവസാനം പിറ്റേന്ന് അള്ളാഹ് ഖുർആൻ സൂറത്ത് ഇറക്കി, മാക്കാനലി നബിയ്യിൻ അൻ യകൂന ലഹു അസ്റ. അങ്ങനെ പോലെ വിടാൻ പാടുണ്ടായിരുന്നില്ല, കൊല്ലുന്നതിന് വേണ്ടി അടിച്ചൊതുക്കേണ്ടിയിരുന്നു. അല്ലാതെ ഒരു പിന്തിരിഞ്ഞ് പോകുമ്പോൾ കിട്ടിയാലൊക്കെ പിടിച്ചു കൊണ്ട് കെട്ടിയിട്ട് അടിമകളൊക്കെ അല്ല വേണ്ടത്. എന്നാൽ കെട്ടിയിട്ട് പോലെ വിചാരം എന്താണ്? ഓലവിടെ പിടിച്ചു നിർത്തിയാൽ നല്ല നഷ്ടപരിഹാരം കിട്ടും, മോചന ദ്രവ്യം കിട്ടും, അങ്ങനെ കുറച്ച് സാമ്പത്തിക മെച്ചമുണ്ടാവും. അതായിരുന്നില്ല വേണ്ടത്. ശത്രുക്കൾക്ക് ഇനി ഇങ്ങോട്ട് അക്രമത്തിന്, യുദ്ധത്തിന് ഒരുങ്ങി വരാൻ കഴിയാത്ത വിധം അവരെ പാഠം പഠിപ്പിക്കാൻ കൊല്ലേണ്ടിയിരുന്നു എന്നുള്ളൊരു സൂചന ഈ ആയത്ത് പിറ്റേത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത് അതാണ്. അങ്ങനെ ആ വിഷയത്തിലാണ് അവരെ ആ മോചനമൂല്യം വാങ്ങിയത്. അപ്പോൾ ശരിയായില്ല എന്നുള്ള സൂചന അതിലുള്ളത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത്. എന്നിട്ട് ലൗലാ കിതാബും മിനല്ലാഹ്, അള്ളാഹിൻ്റെ ഒരു നിയമം ഇല്ലായിരുന്നുവെങ്കിൽ. ഏതാണ് ആ നിയമം? അതാണ് സൂറത്ത് മുഹമ്മദിലെ 4-ാമത്തെ ആയത്ത്. ഖുർആനിലെ ഓരോ ആയത്ത് വേറിട്ടല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ഖുർആനെ മൊത്തത്തിലുണ്ട് ഉൾക്കൊള്ളണം. ഈ പറഞ്ഞ വിഷയം സൂറത്ത് മുഹമ്മദിലെ 4-ാമത്തെ ആയത്തിലാണ് വരുന്നത്. എന്താണ് സൂറത്ത് മുഹമ്മദിലെ 4-ാമത്തെ ആയത്ത്? സൂറത്ത് മുഹമ്മദ് സൂറത്ത് ഫത്ഹ അടുത്തല്ലേ? സൂറത്ത് ഫത്ഹിൻ്റെ തൊട്ട് മുമ്പ്. ഏതാ പേജ്? 507-ാമത്തെ പേജിൽ അല്ലേ? 507-ാമത്തെ പേജിലൊന്ന് നോക്കാൻ ഈ ആയത്തിൻ്റെ അവസാനം എന്താ പറയണത്? അതന്നെ പറഞ്ഞു, ഫൈദ ലഖീതുമുല്ലദീന കഫറു ഫളർബർ റിഖാബ്. എന്താണ് നിഷേധികളെ യുദ്ധത്തിൽ കണ്ടുമുട്ടിയാൽ ചെയ്യേണ്ടത്? കൊല്ലലാണ്. ഹത്താ ഇദാ അസ്ഖൻതുമുഹും, നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തിയാൽ ഫശുദ്ദുൽ വസാഖ്, അവരെ കെട്ടിയിടണം. ഫഇമ്മ മന്നം ബഅദ്, ഒന്നുകിൽ അവരോട് ദയ കാണിച്ച് കരുണ കാണിച്ച് അവരെ വിട്ടയക്കാം. വഇമ്മ ഫിദാഅൻ, അല്ലെങ്കിൽ മോചന ദ്രവ്യമാകണം. ഹത്താ തളഅൽ അർബ് ഔസാറഹ, യുദ്ധം അതിൻ്റെ ഭാരം ഇറക്കി വെക്കുന്നത് വരെ, അഥവാ യുദ്ധം അവസാനിക്കുന്നത് വരെ. വലൗ യശാഉല്ലാഹു ലൻതസറ മിൻഹും, അള്ളാഹുവിന് വേണമെങ്കിൽ ഉദ്ദേശിച്ചാൽ അവൻ അവരോട് പ്രതികാരം ചെയ്യും. വലാകിൻ ലിയബ്ലുവ ബഅലക്കും ബിബഅലിൻ, അവൻ നിങ്ങൾ പരസ്പരം സഹായിക്കാൻ വേണ്ടിയാണ്. വല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ ഫലൻ യുളില്ല അഅമാലഹും, അള്ളാഹു അവരുടെ പ്രവർത്തനത്തെ പാഴാക്കുകയില്ല എന്ന 4-ാമത്തെ ആയത്ത്. ഇതിലൊരു സൂചനയുണ്ടല്ലോ, ഫശുദ്ദുൽ വസാഖ്, അവരെ കെട്ടിയിടണം എന്ന് പറഞ്ഞാൽ ബന്ധികളായി പിടിച്ച് കെട്ടിയിടണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഇന്നത്തെ ഭാഷയിൽ പറയുക. യുദ്ധത്തടവുകാരായി പിടിക്കണം. ഫഇമ്മ മന്നം ബഅദു, ഒന്നുകിൽ അവരോട് ദയ തോന്നി കരുണ കാണിച്ച് അവരെ വിടാം.
വഇമ്മ ഫിദാഅൻ അവരിൽ നിന്ന് മോചന മൂല്യം വാങ്ങാം ഹത്താ തദഅല ഹർബു ഔസാറഹ യുദ്ധം അങ്ങനെ അതിൻ്റെ ഭാരം ഇറക്കി വെക്കുന്നത് വരെ യുദ്ധം അവസാനിക്കുന്നവരെ. ഇങ്ങനെ ഒരു നിയമം അള്ളാഹുവിൽ നിന്നുണ്ട്. അവരോട് കരുണ കാണിക്കാം. അതൊക്കെ യുദ്ധം അവസാനിച്ചിട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ യുദ്ധത്തിൻ്റെ ഇടയിൽ അവരെ ഒതുക്കുന്നതിന് മുമ്പ് സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അല്ലാഹു തആല ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത് ശരിയായില്ല എന്ന് ഓർമ്മപ്പെടുത്തിയത്. അതാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ലൗലാ കിതാബു മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു നിയമം സബക്ക, അത് മുമ്പേ പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ അത് ആ സൂറത്ത് മുഹമ്മദ് തന്നെ മക്കിയായ സൂറയാണ്. ഈ സൂറ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഇറക്കിയതാണ്. ഇത് മദനിയ മക്കിയായ സൂറയിലാണ് ആ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ളത്. അപ്പോൾ മക്കയിലെ സൂറത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് നിങ്ങളുടെ ഓർമ്മയിൽ വരേണ്ടിയിരുന്നു എന്ന് സൂചിപ്പിക്കാതെ ലൗലാ കിതാബും മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ നിയമമില്ലായിരുന്നുവെങ്കിൽ സബക്ക, അത് കഴിഞ്ഞിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, മുമ്പേ വന്നിട്ടുണ്ട്. ലമസ്സക്കും, നിങ്ങളെ ബാധിക്കുമായിരുന്നു. ഫിമാ അഖൽതും, നിങ്ങൾ സ്വീകരിച്ചതിൽ, അഥവാ നിങ്ങൾ ഈ 70 പേരെ മുക്തരാക്കാൻ മോചിപ്പിക്കാൻ വേണ്ടി മോചനദ്രവ്യം സ്വീകരിച്ചതിൽ അദാബുൻ അലീം, കടുത്ത ശിക്ഷ ഉണ്ടാകുമായിരുന്നു. കടുത്ത ശിക്ഷക്ക് വിധേയരാവേണ്ടതാണ് നിങ്ങൾ. പക്ഷെ അള്ളാഹ് മുമ്പ് അങ്ങനെ ഒരു വാചകം അവിടെ പറഞ്ഞത് കൊണ്ട് നിങ്ങളെ പിടികൂടി ശിക്ഷിക്കണമൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു ഫക്കുലു, ഉപയോഗിച്ചോളൂ കേട്ടോ. അള്ളാഹുവിൻ്റെ ഇളവാണ്, അള്ളാഹുവിൻ്റെ മാപ്പാണ്, അള്ളാഹുവിൻ്റെ അംഗീകാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹം എടുത്ത തീരുമാനത്തെയും അള്ളാഹു അംഗീകരിക്കുകയാണ്. അതാണ് ഫക്കുലു, നിങ്ങൾ തിന്നാന്നാണ്. വാക്കിൻ്റെ അർത്ഥം എന്താ? അക്കലാന്ന തിന്നു, നക്കുലു നിങ്ങൾ തിന്നുള്ളൂ. അപ്പോൾ കിട്ടിയ മുതലൊക്കെ തിന്നല്ലല്ലോ ചെയ്യുക, അത് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗമാണ്. ഫക്കുലു, നിങ്ങൾ ഉപയോഗിക്കുക. അത് ഭക്ഷണമാക്കണമെന്നൊന്നുമില്ല, വേറെ നിത്യനിദാന ചെലവുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താം, യുദ്ധഫണ്ടിലേക്ക് ഉപയോഗപ്പെടുത്താം. എന്തിനാണ് ഈ പണം ആളുകൾക്ക് ആവശ്യം, അതിന് അനുവദനീയമായ വിധത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതിന് നിങ്ങൾ തിന്നുകൊള്ളുക എന്നാണ് പ്രയോഗം പറഞ്ഞിട്ടുള്ളത്. ഫകുലു മിമ്മാ ഗനിംതും, നിങ്ങൾക്ക് ഗനീമത്തായി ലഭിച്ചത് തന്നെയാണ് എന്ന് അല്ലാഹു തആല അംഗീകരിക്കുക. നിയമം നൽകേണ്ട അവസാന സ്രോതസ്സാണ് അള്ളയാണ്. അള്ളാഹ് പറഞ്ഞാൽ അതുതന്നെയാണ് നിയമം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ഫകുലു മിമ്മാ ഗനിംതും, നിങ്ങൾക്ക് യുദ്ധാർജിത മുതലായി തന്നെ ലഭിച്ചിട്ടുള്ള ഇതും നിങ്ങൾ ഉപയോഗിക്കുക. ഹലാലൻ, അനുവദനീയമാണ്, അതിലിഞ്ഞ് മനക്ലേശമൊന്നും വേണ്ട, അള്ളാഹ് അംഗീകരിച്ചിട്ടുണ്ട്. ത്വയ്യിബൻ, ഏറ്റവും ഉത്തമമായ വിധത്തിലും, അതിൽ യാതൊരു മനപ്രയാസം ഉണ്ടാവേണ്ടതില്ല. അത് ഹറാമാണെന്ന് വിചാരിക്കേണ്ടതില്ല, ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു എന്നൊന്നും കരുതേണ്ടതില്ല. നിങ്ങൾക്കത് ഏറ്റവും വിശിഷ്ടമായ വിധത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താം. വത്തഖുല്ലാഹ്, അതിലൊക്കെ അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ, അള്ളാഹിനെ സൂക്ഷിക്കണം. ഏതൊരു വിഷയത്തിൽ ഇടപെടുമ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, അള്ളാഹുവിൻ്റെ നിയമമുണ്ട്, അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ട് എന്ന് പരിഗണിച്ചിരിക്കണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. അഥവാ ഇങ്ങനെയുള്ള വീഴ്ചകൾ, ഇങ്ങനെയുള്ള പാളിച്ചകളൊക്കെ അള്ളാഹു പൊറുക്കും. റഹീം, കരുണ ചെയ്യുന്നവനുമാകുന്നു. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാണ് അവസാനിപ്പിക്കാം. ലൗലാ കിതാബും മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു നിയമം ഇല്ലായിരുന്നുവെങ്കിൽ, സബക്ക, അത് മുമ്പേ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മുമ്പേ വന്നിട്ടുണ്ട്. ലമസ്സക്കും, നിങ്ങളെ ബാധിച്ചതു തന്നെ. ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അർത്ഥം. ഫിമ അഖൽതും, നിങ്ങൾ സ്വീകരിച്ചതിൽ. അദാബുൻ അലീം, കടുത്ത ശിക്ഷ. ഫകുലു, ആയതിനാൽ നിങ്ങൾ ഉപയോഗിക്കുക. മിമ്മ ഗനിംതും, നിങ്ങൾക്ക് യുദ്ധാർജിത മുതലായി ലഭിച്ചതിൽ നിന്ന്. ഹലാലൻ ത്വയ്യിബൻ, ഉത്തമവും അനുവദനീയവുമായ വിധത്തിൽ. വത്തഖുല്ലാഹ്, അള്ളാഹുവിനോട് ഭക്തി പുലർത്തുക, സൂക്ഷ്മത പുലർത്തുക. അള്ളാഹുവിൻ്റെ നിയമം പാലിക്കുന്നതിൽ ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടാവുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇടപെടുന്ന ചെറുതും വലുതുമായ എല്ലാ വിഷയത്തിലും അവൻ്റെ നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് എല്ലായ്പ്പോഴും നിൻ്റെ ഇഷ്ടത്തിൻ്റെ കൂടെ, നിൻ്റെ നിയമത്തിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ വഴിയിൽ നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരുമാറാകണേ. അല്ലാഹ് രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി, മോചനം, ഞങ്ങൾക്ക് രക്ഷ രേഖപ്പെടുത്തുമാറാകണേ. അല്ലാഹ് വേദന കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പട്ടിണി കൊണ്ടും പരീക്ഷിക്കല്ലേ രക്ഷിതാവേ. ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ഖൈർ ഹസനത്ത് നൽകുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന
വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.